എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ലോകം വളരെയേറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് പാകിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അമേരിക്കയുടെയും ഇറാൻ്റെയും ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഒരു സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സംഭവമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 21 മണിക്കൂർ ചർച്ച നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ലോകം എന്ത് സംഭവിക്കും, എന്താകും ഇതിൻ്റെ ഉത്തരം, എന്താകും ഒരു തീരുമാനം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ആ ഒരു ചർച്ചയുടെ അന്തിമ ഫലം എന്നുള്ളത് തീർത്തും നിരാശ തന്നെയാണ്. ആ ചർച്ച അലസിപ്പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ചർച്ച പരാജയപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായേക്കാം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ട്രംപ് ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. ഇറാനിലെ ജനങ്ങളും അമേരിക്കയിലെ ജനങ്ങളൊക്കെ ഇത് ആഘോഷിക്കുകയാണ്. കാരണം യുദ്ധമൊക്കെ അവസാനിച്ച് ലോകം വീണ്ടും സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വീണ്ടും കയറുകയാണ്. പക്ഷേ ആ സീസ് ഫയർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. ഞാൻ ആ ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അടക്കം വെച്ച് മലയാളത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ മാത്രമായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ നിൽക്കുന്ന ചില ധാരണകളെല്ലാം പെർമനൻ്റ് ആക്കാൻ, അത് സംസാരിച്ച് എല്ലാം ഫൈനലി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിരുന്നു എന്നുള്ളതായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രംപ് ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ മുന്നോട്ട് വെച്ച 15 പോയിന്റ് ഇറാൻ അംഗീകരിച്ചു, ഇറാൻ മുന്നോട്ട് വെച്ച 10 പോയിന്റ് ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഈ 15 പോയിന്റ് പ്ലാനിൽ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യത്തെ 4-5 പോയിന്റുകൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആണവ പദ്ധതിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇറാൻ സമ്പൂർണ്ണമായിട്ട് അത് നിർത്തണം, അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടാക്കിയ എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യണം, അത് മൊത്തം നശിപ്പിച്ച് കളയണം, ഇന്നേ വരെ അവർ എൻട്രി ചെയ്തിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസിക്ക് കൈമാറണം, ഇനി ഒരിക്കലും ആണവ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ഈ ഒരു പ്രസ്താവനയിലൂടെ? ഇറാൻ അംഗീകരിച്ചു, ഇറാൻ ആണവ പദ്ധതിയായിട്ട് ഇനി മുന്നോട്ട് പോകില്ല. അങ്ങനെയാണല്ലോ ട്രംപ് പറഞ്ഞത്. 15 പോയിന്റുകൾ അംഗീകരിച്ചു, ഇറാൻ ഒരു 10 പോയിന്റ് മുന്നോട്ട് വെച്ചു, അത് ഞങ്ങളും അംഗീകരിച്ചു, അങ്ങനെ യുദ്ധം നിർത്തുന്നു, താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചില്ല എന്നൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സാധാരണ ഓഫീസേഴ്സ് വന്നിട്ടുള്ള ചർച്ചയൊന്നും ആയിരുന്നില്ല, മറിച്ച് 2 രാജ്യങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാനിലെ ചർച്ചയ്ക്കെത്തി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ JD വാൻസ് ആണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, സെക്കൻഡ് ഇൻ പവർ, ട്രംപിന് തൊട്ട് താഴത്തുള്ള വ്യക്തി നേരിട്ട് പാകിസ്ഥാനിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് എത്തണമെങ്കിൽ തന്നെ 17 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂറോളം അവിടുന്ന് ഫ്ലൈറ്റിൽ വരണമല്ലോ. കാരണം ഇപ്പുറത്തെ വശത്താണ് ഈ പാകിസ്ഥാൻ, നമ്മളുടെ ഇന്ത്യയൊക്കെ ഉള്ളത്. രണ്ടാമത്തത് സ്ലീവ് വിറ്റ്കോഫ് ആണ്, വൈറ്റ് ഹൗസ് സ്പെഷ്യൽ എൻവോയി ആണ്. മൂന്നാമത്തത് ജാരേദ് കുഷ്ണർ ആണ്, സീനിയർ അഡ്വൈസർ ഫോർ ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പോൾ ഈ 3 പേരാണ് എത്തിയത്. ഇത് പ്രധാനപ്പെട്ട 3 പേരാണ് കേട്ടോ. ഏകദേശം 10-40 മുകളിൽ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇനി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയതാരോ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ, വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗച്ചിയാണ്. രണ്ടാമത്തത് അവിടുത്തെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഗർ ഖലിബാഫ് ആണ്. ഈ ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിച്ചെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ഒരു ഇറാൻ്റെയും അമേരിക്കയും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ ട്രംപിൻ്റെ കയ്യിൽ ഒരു പപ്പറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഈവൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടല്ലോ, ട്വിറ്റർ എക്സിലെ, അതുവരെ ട്രംപ് അയച്ചു കൊടുത്ത, ട്രംപിൻ്റെ ഓഫീസ് അയച്ചു കൊടുത്ത മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ആയിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥത ചർച്ചയ്ക്ക് തങ്ങളുടെ രാജ്യത്ത് സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് ഇസ്ലാമാബാദിൽ. ആദ്യം പാകിസ്ഥാനിലേക്ക്, ഇസ്ലാമാബാദിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇറാൻ്റെ ഡെലിഗേറ്റ്സ് ആയിരുന്നു. അബ്ബാസ് അറഗച്ചിയും പാർലമെന്റ് സ്പീക്കറും അടങ്ങുന്ന 40ഓളം പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ഏതാനും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അമേരിക്കൻ വിമാനവും വരികയാണ്. അമേരിക്കൻ ഡെലിഗേറ്റ്സും JD വാൻസ് അടക്കമുള്ള വ്യക്തികൾ അവിടെ എത്തുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, 2 പേരെ സ്വീകരിക്കാനായിട്ട് പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽസ് പോകണമല്ലോ, ആ ഒരു വിമാനത്താവളത്തിലല്ലേ. 2 പേരെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആർമി ചീഫായിട്ടുള്ള അസിം മുനീർ ആയിരുന്നു. അസിം മുനീർ പോയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം എന്തെന്നാൽ, ഇവർ വളരെ കുറഞ്ഞൊരു ടൈം ഗ്യാപ്പിലാണ് എത്തുന്നത്. ഇറാൻ്റെ ആൾക്കാരെത്തി, കുറച്ച് നേരത്തിനുള്ളിൽ പാകിസ്ഥാൻ്റെ ആൾക്കാർ എത്തുകയാണ്, ഡെലിഗേറ്റ്സ് എത്തുകയാണ്. ഇറാനെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് തൻ്റെ ആർമി യൂണിഫോമിലായിരുന്നു. ആർമി തലവൻ്റെ ആ യൂണിഫോം ഉണ്ടല്ലോ, കുറേ മെഡലുകളും ബാഡ്ജുകളും ഒക്കെയുള്ള ആ ഒരു യൂണിഫോമിലായിരുന്നു അസിം മുനീർ ഈ അബ്ബാസ് അറഗച്ചി ഇറാൻ സംഘത്തെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തൊട്ട് പുറകെ എത്തിയ US ഡെലിഗേറ്റ്സ്, വൈസ് പ്രസിഡന്റ് JD വാൻസിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് അസിം മുനീർ വേഷം മാറിപ്പോയിട്ടുണ്ടായിരുന്ന ഒരു കറുത്ത സ്യൂട്ട് മണിഞ്ഞാണ്. ഇത് സംഭവം നിസ്സാരമല്ല, ഒരുപാട് ചർച്ചകൾ തന്നെ ഇതിനെപ്പറ്റി നടപ്പുണ്ട്. അതായത് ഇറാനുമായിട്ട് പാകിസ്ഥാന് പല പ്രശ്നങ്ങളുണ്ട്, പ്രധാനമായിട്ടും അതിർത്തി തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ തൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട്. സൈനിക യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സൈനിക തലവൻ്റെ യൂണിഫോം ആണല്ലേ, അത് ഷോസ് എ പവറാണ്. ആ ഒരു പവർ കാണിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം അത് ഇട്ടുകൊണ്ട് പോവുകയാണ്. ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അത്ര ശക്തിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു അടയാളമാണ്, അല്ലെങ്കിൽ അതായത് അവിടെ വന്നിറങ്ങുന്ന ഇറാൻ ഡെലിഗേറ്റ്സിന് ഫീൽ ചെയ്യണം തങ്ങളെ സ്വീകരിക്കുന്നത് അത്രത്തോളം പവറിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ സൗഹൃദത്തോടെ അല്ലെങ്കിൽ ചിരിച്ച മുഖവുമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി എല്ലാവരും അവർക്ക് ഫീൽ ചെയ്യണം അവസാനം. ഇനി തൊട്ട് പുറമെ വേഷം മാറി അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ സംഘത്തിനെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു കറുത്ത സ്യൂട്ട് മണിഞ്ഞ ഒരു ഫോർമൽ കോട്ട്, നമ്മുടെ കോട്ട് സ്യൂട്ട് ഉണ്ടല്ലോ, അത് ധരിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇത് കാണിക്കുന്നത് ഒരു ന്യൂട്രാലിറ്റിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്നു, ഇടപെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല പാകിസ്ഥാൻ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയുടെ കയ്യിലെ ഒരു പാവയാണ്, അല്ലെങ്കിൽ അടിമയായി മാറിയിരിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി പോലും ഈവൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പറയുന്നതൊക്കെ ട്രംപ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് പുള്ളി മൊഴിയുന്നത്, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എന്തായാലും അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, ഇവരെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെഹ്ബാസ് ഷെരീഫ് അല്ല, മറിച്ച് ആർമി തലവനായിട്ടുള്ള അസിം മുനീറാണ്. ഇത് കാണിക്കുന്ന കാര്യം എന്തെന്നാൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ്റോ പ്രധാനമന്ത്രിയല്ല, അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഞങ്ങൾക്കും സ്ഥാനമുണ്ട്. ശരിയാണ്, നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് പാകിസ്ഥാൻ ആർമിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തേക്ക് വിദേശത്തു നിന്നുള്ള ഇപ്പോൾ ട്രംപോ വൈസ് പ്രസിഡൻറ്റോ ആരെങ്കിലുമൊക്കെ വരികയാണ്, അവരെ സ്വീകരിക്കാൻ പോകുന്ന ഒരു ആർമി തലവനായിരിക്കും, അല്ല നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരോ ഒക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഒരു ആർമി തലവനാണ് പോകുന്നത്. അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? പാകിസ്ഥാൻ്റെ ഒരു സംഭവ വികാസങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആർമിക്ക് ഭയങ്കര റോളാണ് പാകിസ്ഥാനിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഈവൻ പ്രധാനമന്ത്രിക്ക് മുകളിൽ ആർമി തലവന് റോളുണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. എന്തായാലും ഇവർ രണ്ടുപേരും അവിടെ വന്ന് ലാൻഡ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയൊന്നും ആയിരുന്നില്ല ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാൻ ആദ്യം ഇറാന്റെ ഡെലിഗേറ്റ്സുമായിട്ട് ഒരുപാട് മണിക്കൂറുകളോളം ചർച്ച ചെയ്യുകയാണ്. പിന്നീട് പാകിസ്ഥാൻ അമേരിക്കൻ ഡെലിഗേറ്റ്സുമായിട്ട് വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. അതിനുശേഷമാണ് രണ്ട് സംഘത്തെയും ഒരുമിച്ചിരുത്തിയിട്ട് ചർച്ചകൾ നടത്തുന്നത്. ഈ ചർച്ച മൊത്തത്തിൽ 21 മണിക്കൂറാണ് നീണ്ടുപോയത്, കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള ലോകം തന്നെ ഉറ്റുനോക്കുന്ന ചർച്ചയായിരുന്നു. കാരണം ഈ യുദ്ധം കാരണം ലോകത്ത് മൊത്തം പ്രശ്നങ്ങളാണല്ലേ. പ്രധാനമായിട്ടും എന്താണ്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടച്ചത് കൊണ്ട് തന്നെ എണ്ണ ലഭിക്കാതെയായി. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പെട്രോളിൻ്റെ വില കൂടി. ഈവൻ ട്രംപിനെതിരെ അവിടുത്തെ 80 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. ട്രംപിനെ ചെരുപ്പുമാലയെ കാണിച്ച് അവർ നടത്തുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ലോകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക തന്നെ 16% പെട്രോളിന് വില കൂടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ പല റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനും LPG കിട്ടാതെ വന്നു. ലോകം മൊത്തം ബാധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചർച്ച കഴിഞ്ഞ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ട് എന്തെന്നാൽ ഈ ചർച്ച പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിച്ചു, എന്തൊക്കെയാണ് അവിടെ ഡിമാൻഡ്, അമേരിക്കയും ഇറാനും മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ എന്താണ്, എന്തിലാണ് അവർക്കൊരു ധാരണയിൽ എത്താൻ പറ്റാതെ പോയതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗൈസ്, ഈ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് മുമ്പോട്ട് വരികയാണ്. പല കാര്യങ്ങളിലും അവർക്ക് ഒരു ഒത്തുതീർപ്പിലൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, ഈ യുദ്ധം ഉറ്റുനോക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന പോലെ തന്നെ, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്, ഇറാൻ അവരുടെ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകരുത്, അത് നിർത്തണം. അവരുടെ ആ ഒരു ഗവേഷണ കേന്ദ്രമുണ്ടല്ലോ അത് മൊത്തം തകർക്കണം. ഇതുവരെ എൻട്രി ചെയ്തിട്ടുള്ള സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസിക്ക് കൈമാറണം. അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം, ബാക്കിയെല്ലാം രണ്ടാമതാണ്, അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇറാൻ ആണവ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് നിർത്തണമെന്ന് പറയുകയാണ്. ഇറാൻ ഈ കാര്യത്തിൽ പറയുകയാണ്, ഇല്ല ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആണവ പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ആണവായുധം ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടാനൊന്നുമല്ല. ഞങ്ങൾക്ക് മറ്റു പല ആവശ്യങ്ങളുണ്ട്, എനർജിയുടെ ആവശ്യങ്ങളുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമുണ്ട്, ആണവ ഊർജ്ജ നിലയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ കുറേ സിവിൽ പർപ്പസുകളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ട്. പക്ഷേ അമേരിക്ക ഒന്നും സംബന്ധിച്ചില്ല. അമേരിക്ക പറയുന്നത് നിങ്ങൾ ഒരു തരത്തിലും ആണവ പദ്ധതി, അത് ആയുധം ഉണ്ടാക്കാനാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഇറാൻ്റെ കയ്യിൽ നിലവിലൊരു 60-70% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണുള്ളത്. അവരൊരു 90%-ത്തിലേക്ക് സമ്പുഷ്ടീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന് ഒരു ആണവ വൈദ്യുത നിലയങ്ങൾ പോലുള്ള മറ്റൊരു സിവിൽ ആവശ്യങ്ങൾക്കാണെങ്കിൽ 90% 90%-ത്തിലേക്ക് മുകളിലേക്ക് അത് എൻട്രി ചെയ്യേണ്ട കാര്യമില്ല. 90%-ത്തിന് മുകളിൽ എൻട്രി ചെയ്യുന്നത് സാധാരണഗതിയിൽ അതൊരു ആണവായുധം ഉണ്ടാക്കാൻ തന്നെയാണ്. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്തായാലും ഇറാൻ അത് സമ്മതിക്കാതെ വരികയാണ്. ഇത് തന്നെയാണ് ഏറ്റവും പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത്, അത് ഇറാൻ്റെ കാര്യമല്ലേ, ഇറാൻ എന്തെങ്കിലും ചെയ്യണം, അവരുടെ രാജ്യത്ത് ഒരു ആണവ പദ്ധതി നടപ്പാക്കാനുള്ളൊരു അവകാശം അവർക്കില്ല, എന്തിനാണ് അമേരിക്കയും ഇസ്രായേലും ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് ഇറാൻ ആണവ ശക്തിയായി കഴിഞ്ഞാൽ, ഇറാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത്
ഡെത്ത് ടു ഇസ്രായേലിൻ്റെ മരണം അമേരിക്കയുടെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല. അവിടെ കൊണ്ട് ഇവർ ബോംബിടും. ഇവർക്ക് പ്രത്യേകിച്ച് മടിയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രത്തോളം രൂക്ഷമാണ്. GCC ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ചറവറ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാതെ രൂക്ഷമായിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ അവർ അറ്റം ബോംബ് എടുത്തുകൊണ്ട് ഇസ്രായേലിലിടും. ഇസ്രായേൽ പിന്നെ ആ രാജ്യമേ ഇല്ല. ഇനി പോട്ടെ, മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങളിൽ പലരും അമേരിക്കയും ഇസ്രായേലിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇസ്രായേലിൽ ബോംബ് വീഴുവാണെങ്കിൽ ഒരു പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയാം. ഇത് കേവലം ഇസ്രായേലിനോ അമേരിക്കയോ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഗൾഫ് മേഖലയെ മൊത്തത്തിൽ ബാധിക്കും. അങ്ങനെ ഗൾഫ് മേഖലയെ ബാധിച്ചാൽ ലോകത്തിനെ മൊത്തത്തിൽ ബാധിക്കും. എങ്ങനെയാണ് ഗൾഫ് മേഖലയെ ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഇറാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ടല്ലേ. അപ്പോൾ ഭാവിയിൽ ഇറാൻ ഒരു ആണവ ശക്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആണവായുധമൊക്കെ നിർമ്മിച്ച് ആ ഒരു സൂപ്പർ പവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറാൻ പറയുകയാണ് ഇനി ഖത്തർ, സൗദി, UAE, അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള എണ്ണക്കപ്പലുകൾ ഈ വഴിക്ക് വേണമല്ലോ പോകാനായിട്ട്. ഇനി അവിടെ കൂടെ പോകുന്ന കപ്പലുകൾ $5 മില്യൺ ഞങ്ങൾക്ക് ടാക്സ് ആയിട്ട് തന്നെമെന്ന് പറയുകയാണ്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലോകശക്തിക്കും ഇറാനെ എതിർക്കാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. അവിടെ ഗൾഫ് മേഖലയിൽ തന്നെ വലിയൊരു അരക്ഷിതാവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ആരാണിപ്പോൾ? റഷ്യയാണ്. റഷ്യയുടെ എണ്ണ കൂടുതൽ വിൽക്കാനായിട്ട് ഇറാനുമായിട്ടൊരു ധാരണ ഉണ്ടാക്കാം. അങ്ങനെ ടാക്സ് കൂട്ടാം. അമേരിക്കയെ തകർക്കാൻ റഷ്യയുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടോ എങ്ങനെയാകട്ടെ ഈ കപ്പലുകൾക്ക് കൂടുതൽ നികുതി ചുമത്തുകയാണ്. $5 മില്യൺ അല്ലെങ്കിൽ $10 മില്യൺ ചുമത്തുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ആണവശക്തി, ആണവായുധം എന്ന് പറയുന്നത് ആക്രമിക്കാനല്ല, മറിച്ച് പ്രതിരോധിക്കാനാണ്. ഒരു സുരക്ഷാ കവചമാണ് ആണവായുധം എന്നുള്ളത്. ഒന്നാലോചിച്ച് നോക്ക്. പണ്ട് P. ചിദംബരം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഒരു ആണവശക്തിയൊന്നും ആകണ്ട, അതിൻ്റെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചേനെ? നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സാധനമൊന്നും നടത്താൻ പറ്റില്ല. അവരിങ്ങോട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് പാകിസ്ഥാനിലേക്ക് പ്രത്യാക്രമണം നടത്താൻ പറ്റില്ല. കാരണം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് പേടിച്ച് കുനിഞ്ഞു നിൽക്കേണ്ടി വരും. ഇതാണ് ലോകസത്യം. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്തിന് അമേരിക്കയും ഇസ്രായേലും മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നല്ലേ? പണ്ട് നമ്മൾ ഇടപെട്ടിട്ടില്ലേ? 1970കളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ആണവ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്ന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അജിത് ഡോവലിനെ ചാരനായിട്ട് പാകിസ്ഥാനിലേക്ക് അയക്കുകയാണ്. അവർ ആണവ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഗവൺമെൻറ് ഇവരുടെ ആണവ പദ്ധതി 15 വർഷത്തോളം ഡിലേ ആക്കുകയാണ്, മന്ദഗതിയിലാക്കുകയാണ്, അല്ലെങ്കിൽ സ്തംഭിപ്പിക്കുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ ആ ഒരു സമയത്ത് ആണവശക്തി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ യുദ്ധത്തിന് തോറ്റേനെ. ഇതാണ് ആണവശക്തിയുടെ ഒരു പവർ എന്നുള്ളത്. ആക്രമിക്കാനല്ല, മറിച്ച് നമ്മൾ പറയുന്നത് ആണവശക്തി ഇല്ലാത്ത മറ്റൊരു രാജ്യം കേൾക്കേണ്ടി വരും. ആർക്കും ചോദിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഗൾഫ് രാജ്യത്തിന് ആണവശക്തിയുണ്ടോ? ഇല്ല. ഈ ആണവശക്തിയായിട്ടുള്ള ആകെപ്പാടെ ഒരു മുസ്ലിം കൺട്രി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇപ്പുറത്ത് കിടക്കുന്നു. പാകിസ്ഥാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ആണവശക്തി ആയി കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ നമ്മളുടെ കോടിക്കണക്കിന് പ്രവാസികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ, അവിടെ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകുകയും അത് ലോകത്തിനെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഹോർമൂസിലൂടെ കുറച്ച് നാളത്തേക്ക് ഒരു കപ്പൽ കിടക്കാതെ വന്നപ്പോഴും ലോകത്ത് മൊത്തം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് വലിയ പ്രശ്നങ്ങൾ രൂക്ഷമായാലോ? അങ്ങനെ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പെട്രോളിൻ്റെ പ്രൈസൊക്കെ നേരെ ഡബിൾ ആകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും ലോക രാജ്യങ്ങളിൽ. അപ്പോൾ ഇറാൻ ആണവശക്തിയാകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ നാശമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, നമ്മളെയും ഓരോരുത്തരെയും ബാധിക്കുന്നൊരു കാര്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കും എല്ലാ രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളിൽ താല്പര്യങ്ങളുണ്ടാകും. ഇപ്പോൾ പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളുണ്ടാകും. എന്തിനാണ് അമേരിക്കയ്ക്ക് ഈ ഇറാനിൽ താല്പര്യമുള്ളത്? നിലവിൽ നമ്മുടെ രാജ്യത്തിനാണെങ്കിലും നിങ്ങളിൽ ഓരോ വ്യക്തികൾക്കാണെങ്കിലും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൊരു താല്പര്യം വന്നില്ലേ? കാരണം അത് തുറക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ക്രൂഡ് ഓയിലും ഗ്യാസും കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഓണറൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തുറക്കണേ, ഇറാൻ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണേ, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കണേ എന്നുള്ളത്. അപ്പോൾ താല്പര്യങ്ങൾ എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അതൊക്കെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇറാൻ്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അത് പറ്റില്ല, ഇറാൻ അത് സമ്മതിക്കാൻ ഒക്കില്ല, ഞങ്ങൾക്ക് അത് നിർത്താൻ പറ്റില്ലെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ അതാണ് പ്രധാന കാര്യമായി മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള വിഷയങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറക്കണം. ഇറാൻ പറയുന്നത് ഹോർമൂസ് ഞങ്ങൾ തുറക്കാം, പക്ഷേ അവിടെ കൂടെ പോകുന്ന കപ്പലുകൾ ചെറിയൊരു ടാക്സ് ഞങ്ങൾക്ക് തരണം. കാര്യം ഞങ്ങളുടെ രാജ്യം മൊത്തത്തിൽ നിങ്ങൾ തകർത്തു, ഞങ്ങളുടെ കെട്ടിടങ്ങളും ഞങ്ങളുടെ എല്ലാത്തരം സൗകര്യങ്ങളും ഞങ്ങളുടെ കപ്പലുകളും എല്ലാം നിങ്ങൾ നശിപ്പിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം പുനർനിർമ്മിക്കേണ്ടതുണ്ട്, അത് ഞങ്ങൾക്ക് ഫണ്ട്
ഫണ്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തുറന്നു കൊടുക്കുക, പക്ഷേ അവിടെ കൂടെ പോകുന്ന കപ്പലുകൾ ടാക്സ് തരണമെന്ന് ഇറാൻ പറയുകയാണ്. ഇത് അമേരിക്കയ്ക്ക് പറ്റില്ല. പിന്നീട് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്നാൽ ലിമിറ്റ് നമ്പേഴ്സ് ആൻഡ് റേഞ്ച് ഓഫ് മിസൈൽസ് എന്നുള്ളതായിരുന്നു. അതായത് ഇവർ മിസൈൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കണം, അതോടൊപ്പം മിസൈലിൻ്റെ റേഞ്ച് ഉണ്ടല്ലോ, ദൂരപരിധി ഉണ്ടല്ലോ, അതും കുറയ്ക്കണം എന്നുള്ളതായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും കാലം ലോകം ചിന്തിച്ചുകൊണ്ടിരുന്നത് 2000 പരമാവധി 2000 കിലോമീറ്ററൊക്കെ വരുന്ന മിസൈലുകളൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ളതെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ്, 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡിയാഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ മിസൈൽ തൊടുത്തു വിടുകയാണ്. അപ്പോൾ ലോകം ഞെട്ടുകയാണല്ലേ. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ ചില്ലറക്കാരല്ല, ഇവരുടെ കയ്യിൽ പല സാധനങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളൊന്ന് ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. ഇനി മറ്റൊരു അമേരിക്കയുടെ ആവശ്യം എന്തെന്നാൽ ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹെസ്ബുള്ള, ഹമാസ്, ഹൂതികൾ, PIJ, ഇവർക്കൊക്കെ കൊടുക്കുന്ന സപ്പോർട്ട് നിർത്തുക. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളാണ്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിലുള്ളവരാണ് ഇവരെല്ലാം അല്ലേ. ഇവരുടെയൊക്കെ സുപ്രീം ലീഡറും ഈ ഒരു പരമോന്നത നേതാവ് തന്നെയാണ് ഇറാനിലെ. എന്തായാലും അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നിർത്തണമെന്ന് പറയുകയാണ്. ഇറാൻ ഇതിനൊന്നും പ്രശ്നമില്ല, ഇതിനൊക്കെ സമ്മതം മൂളാന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്ന ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഇവരുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ടാമത്തത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യവും. ഇനി ഇറാൻ്റെ ഡിമാൻഡുകൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല, അമേരിക്ക ഞങ്ങൾക്ക് മുകളിൽ വർഷങ്ങളായിട്ട് 10-40 വർഷമായിട്ട് സാങ്ഷൻസ്, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇതെടുത്ത് മാറ്റണം. ഉപരോധങ്ങൾ കാരണം സത്യം പറഞ്ഞാൽ ഇറാൻ അവർക്ക് മറ്റ് രാജ്യങ്ങളൊന്നുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എങ്ങനെയാണ് ഈ ഒരു ഉപരോധങ്ങൾ വർക്ക് ചെയ്യുന്നത്, സെക്കൻഡറി സാങ്ഷൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്ക മറ്റ് രാജ്യങ്ങളോട് പറയും, നിങ്ങൾ ഇറാനുമായിട്ട് ഇന്നൊരു ബിസിനസ്സിൽ ഏർപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ മുകളിൽ ഈ ഒരു സാങ്ഷൻസ് ചുമത്തും. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ 200% ടാക്സ് കയറ്റും, നിങ്ങളുടെ ഡോളർ ക്ലിയറൻസ് സിസ്റ്റം ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ രാജ്യത്തിനത് കേട്ടേ നിർവാഹമുള്ളൂ. കാരണം പല ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സുകളുടെ കറൻസി സെറ്റിൽമെൻറ്റുകളൊക്കെ ഡോളറിലൂടെയാണ് നടക്കുന്നത്. അവർ അമേരിക്കയിലേക്ക് ഒരുപാട് പ്രോഡക്ട്സ് കയറ്റി അയക്കുന്ന രാജ്യമായിരിക്കും. അപ്പോൾ ആ ഒരു സാധനമൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തെ ബാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാണ് സെക്കൻഡറി സാങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് കാരണം തന്നെ ഇറാന് മറ്റൊരുപാട് ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് നഷ്ടപ്പെട്ടു, സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ എത്ര ഡിപ്ലോമസി പവറാണ് ഇന്ത്യ അവിടെ കീപ്പ് ചെയ്യുന്നത്. നമ്മളവിടെ ഇറാനുമായിട്ട് ചേർന്ന് ചാബഹാർ പോർട്ട് നിർമ്മിക്കുകയാണ്. നമ്മൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ട്, നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നും മേടിക്കുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും മേടിക്കുന്നുണ്ട്, അമേരിക്കയായിട്ട് നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് പീക്കാണ്. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊള്ളുക. രണ്ടാമതായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ച ഡിമാൻഡ് റൈറ്റ് ടു യുറേനിയം എൻറിച്ച്മെൻറ്റ്, അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുക. ഇതിൽ ഇറാൻ ഒരിടത്തും പറയുന്നില്ല ഞങ്ങൾ ആയുധം ഉണ്ടാക്കാനാണെന്ന് പറയുന്നില്ല, മറിച്ച് യുറേനിയം എൻറിച്ച് ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇത് എല്ലാം ഔട്ട് ഓഫ് ദ കോണ്ടക്സ്റ്റ് ഞാൻ പറയുകയാണ്. 90% മുകളിൽ സമ്പുഷ്ടീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ വൈദ്യുതി ഉണ്ടാക്കാനുള്ള പരിപാടികൾക്കൊന്നുമല്ല. എന്തോ ആയിക്കൊള്ളട്ടെ. ഇനി അടുത്ത കാര്യം പറയുവാണെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് മേലുള്ള പൂർണ്ണ കൺട്രോളാണ്. അവിടെ കൂടെ പോകുന്ന കപ്പലുകളിൽ ടാക്സ് ചുമത്താനും ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ഞങ്ങളെ അനുവദിക്കണമെന്നുള്ളതാണ്. അടുത്തത് വാർ റിപ്പാറേഷൻസ്, അതായത് ഈ യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ ബോംബും മിസൈലും ഒക്കെ ഇട്ട് ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, ഞങ്ങളുടെ മിലിറ്ററി ബേസുകൾ തകർന്നു, ഞങ്ങളുടെ 12ഓളം വരുന്ന യുദ്ധക്കപ്പലുകൾ തകർന്നു, വിമാനങ്ങൾ തകർന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടു. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ രാജ്യത്തുണ്ട്. ഇതെല്ലാം കെട്ടിപ്പടുക്കണമെങ്കിൽ, പുനർനിർമ്മിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യമാണ്. ആ ഒരു നഷ്ടപരിഹാരം നിങ്ങൾ തരണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിൻ്റെ ഈ ലെബനനിലൊക്കെയുള്ള ആക്രമണം ഉണ്ടല്ലോ, ഇത് നിർത്തണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം അല്ലേ സീസ്ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഇസ്രായേൽ കാണിക്കുന്നത് എന്താണ്? ഇസ്രായേൽ സീസ്ഫയറിന് തൊട്ട് ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് അപ്പുറത്തേക്ക് നേരെ ലെബനനിൽ ഇന്നേ വരെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണം അവിടെ നടത്തുകയാണ്. എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്? അപ്പോൾ US മാത്രമല്ല, ഇസ്രായേലിൻ്റെ, നിങ്ങളുടെ സൗഹൃദ രാജ്യമാണല്ലോ, നിങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ടാണല്ലോ ഈ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സംയുക്തമായിട്ട് ഈ ലെബനൻ പോലുള്ള അല്ലെങ്കിൽ ഗസ പോലുള്ള സ്ഥലങ്ങളിലുള്ള ആക്രമണങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക മാത്രമല്ല, അതിൽ ഇസ്രായേലും പങ്കാളിയായിട്ട് ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഈ ഒരു ഡിമാൻഡും കൂടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഇറാൻ നിലവിൽ ശ്രമിക്കുന്നത് ഈ മേഖലയിലെ ഈ ഗൾഫ് മേഖലയിലെ അക്രമങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംഘർഷാവസ്ഥ പൂർണ്ണമായിട്ടും പരിഹരിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് ലെബനനിലേക്ക് നടത്തുന്ന അക്രമങ്ങൾ അടക്കം നിർത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരുപാട് 21 മണിക്കൂർ നീണ്ട ചർച്ച അല്ലേ, 24 മണിക്കൂറിന് തൊട്ട് 3 മണിക്കൂർ മാത്രം ബാക്കിയുള്ളൂ. അതായത് ഏകദേശം ഒരു ദിവസത്തിനടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച നടക്കുകയാണ്. അത് നിസ്സാര ചർച്ചയല്ല. അത് ആരൊക്കെ വന്നിരിക്കുന്നത്? JD വാൻസ്, വൈസ് പ്രസിഡന്റ്, ഫോറിൻ മിനിസ്റ്റർ ഇറാനിൽ, അവരൊക്കെ പങ്കെടുക്കുന്ന ചർച്ചയാണ്. പക്ഷേ ഇതിലൊന്നും ധാരണയായില്ല. ഇവിടെ അമേരിക്ക എടുത്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നെഗോസിയേഷൻസ് ഇല്ലായിരുന്നു. അതായത് നമ്മളൊരു കടയിൽ പോയാൽ ചിലപ്പോൾ വില പേശുമല്ലേ, അവർ ചിലപ്പോൾ 500 പറയും, നമ്മൾ 400 പറയും, അവർ 200 പറയും. അങ്ങനെ ഒരു ധാരണയിലെത്തും. ഒരു നെഗോസിയേഷൻ ടോക്ക് അവിടെ ആവശ്യമാണ്. പക്ഷേ അമേരിക്ക അങ്ങനെയൊന്നുമല്ല.
ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറയും, ഇത് പറ്റുമോ ഇല്ലയോ, എസ് ഓർ നോ എന്നൊരു രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇവിടെ JD വാൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാഡ് ന്യൂസ് ഫോർ ഇറാൻ. അതായത് ഞങ്ങൾ വന്ന എന്തിനാണ്, ഇറാൻ്റെ നല്ലതിന് വേണ്ടിയാണ് വന്നത്, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ലോകത്തിനും പ്രശ്നമൊന്നുമില്ല, ഈ ചർച്ച പരാജയപ്പെട്ടു, അത് ഇറാന് തന്നെ പ്രശ്നമാകത്തുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് സത്യം പറഞ്ഞാൽ JD വാൻസും സംഘവും വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ, എന്നാൽ സമ്മതിക്കാം, എസ് ഓർ നോ, വേറൊന്നുമില്ല, ഡയലോഗൊന്നുമില്ല എന്നൊരു നെഗോസിയേഷൻ ടോക്ക് പോലും അവിടെ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇറാൻ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് 2 ആഴ്ച 14 ദിവസത്തേക്കായിരുന്നു. ഇനി 10 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ, ഏപ്രിൽ 22 വരെ. അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. ഈ യുദ്ധം വീണ്ടും രൂക്ഷമാകുമോ, കെട്ടടങ്ങുമോ, പരസ്പരം ഇനിയൊരു ധാരണയിലെത്തുമോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല. ട്രംപ് എന്ന് പറയുന്ന അരപ്പിരിയിളകിയ ഒരു വ്യക്തിയാണ് ഒരു വശത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രത്തോളം ഒരു അനിശ്ചിതത്വം ഇവിടെ വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഓക്കെ, യുദ്ധം തീരാൻ പോവുകയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇയാൾ എപ്പോഴെങ്ങനെ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാം ഒരു ശാന്തി സമാധാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ചുമ്മാ കൊണ്ട് ബോംബിടുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു, വീണ്ടും യുദ്ധം പീക്കിലേക്ക് പോകുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഈ 1 മാസത്തിന് മുകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്നുള്ളത്. ഇതിനിടയിൽ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡെലിഗേറ്റ്സ് ഒക്കെ വന്നപ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റൊക്കെ അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കത്തുള്ളൂ അല്ലേ, ഇനി ആര് ബില്ലടയ്ക്കുമെന്നും പറഞ്ഞാണ്. പാകിസ്ഥാൻ്റെ കയ്യിലാണെങ്കിൽ ₹1 എടുക്കാനില്ല. ഇപ്പോൾ സൗദി ഒരു $2 ബില്യൺ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും അവരുടെ കാല് പിടിച്ചപ്പോൾ കുറച്ചുകൂടെ പൈസ കൊടുക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അവിടെ വന്നിറങ്ങുന്ന അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ പേഴ്സ് വരെ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്കിങ്ങനെ കാണാനേ ഉള്ളൂ. നമ്മൾ തമാശയ്ക്കപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനത്തിലെത്തുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ തീരുമാനമൊന്നും ആയിട്ടില്ല. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമാണ്. ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായേക്കാവുന്ന ഒരു തീരുമാനമായിരുന്നു അത്. പക്ഷേ അതൊന്നും നടന്നില്ല. വരും ദിവസങ്ങൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.